നമുക്ക് ഡൊമിനിക് എന്നൊരു സിനിമ ഇന്നലെ കണ്ടിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ഈ സബ്ജക്ട് പറഞ്ഞപ്പോൾ എന്നോട് ഗൗതം സാറിന്റെ ഇന്റർവ്യൂ പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ്, ഞാൻ പോലീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത്, ഈ സിനിമ എങ്ങനെ പോകും എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് ഒരു ഡാൻസ് വരെ സ്റ്റെപ്പ് വെപ്പിച്ചുകൊണ്ട് മമ്മൂക്കയെ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ്. മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു, കുറെ റിവ്യൂ കണ്ടിരുന്നു. മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാവുന്നത്? അല്ലേ, ഞാൻ പ്രത്യേകിച്ച് അവരോട് അഭിപ്രായം പറയാൻ നമ്മുടെ അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറെ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ചുകൂടെ നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരെടുത്തിപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സപ്പോർട്ട് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. അയാൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്, റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റ് ഗുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും ഗുസ്തിക്കാരല്ലോ. ഇതിനകത്ത് ഡൊമിനിക് അങ്ങനെ ഒരു ഗുസ്തിക്കാരൊന്നുമല്ല. അയാളെ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിൽ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 100 പേരൊക്കെ ഇടിച്ചു വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ നമ്മളിവിടെ. ഞാനും ചെയ്തിട്ടുണ്ടില്ലെന്നല്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമില്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ച് റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ വരുന്നത്. സാറ് പറഞ്ഞ് നമുക്ക് വേണം കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാൻ വേണം. അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗതം കൊണ്ടുവരുന്നതല്ലേ. അപ്പൊ അത് ഒരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുണ്ട്. അപ്പൊ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സിനിമ പ്രേക്ഷകന്റെ സിനിമാബോധങ്ങളുടെ വളർച്ചയാണ് അത് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്ന മമ്മൂക്കാനോട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പൊതുവെ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ചെയ്യാം. പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും പ്രേക്ഷകരുടെ കയ്യിൽ നല്ലൊരു കൈയടി മേടിച്ച സ്റ്റെപ്പുകളായിരുന്നു. അതെങ്ങനെയാണ് ഗൗതം സാർ പറഞ്ഞപ്പോൾ സാറിന് ആദ്യം വേണ്ട എന്ന് പറയുന്നു, മമ്മൂക്ക ആദ്യം വേണ്ടാകും, പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്തത്? സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ വന്ന് വിട്ടുപോയില്ല എന്ന് വെച്ചാൽ ചെയ്യുന്നു. അത് വളരെ അതിന്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്ററേറ്റ് കാര്യം കഴിഞ്ഞു വെച്ചു. അതിപ്പോ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അതൊരു ഫാൻ ബോയ് മൂവ്മെന്റ് ആണ് എന്റെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് സാർ ഡോമിനിക്കായിട്ട് പറയുന്നത്. അപ്പൊ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി അത് ഇഷ്ടമുള്ളത്. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്. അതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഡാൻസ് നോക്കാം.